അരൂപി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീത നിമിഷങ്ങളിൽ പുതിയ ബോധ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സഹനത്തെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില തിരിച്ചറിവുകൾ. 1. ദുരിതങ്ങളെല്ലാം ദുരന്തങ്ങളല്ല. പൂർവ്വ യൗസേപ്പിന്റെ ജീവിതത്തിൽ സഹോദരങ്ങളിലൂടെ ദുരിതാനുഭവങ്ങൾ ഉണ്ടായി, പൊട്ടക്കിണർ മുതൽ ഫറവോയുടെ കൽത്തുറുങ്കു വരെ. എന്നാൽ ജോസഫിന് അവ ദുരന്തങ്ങളായിരുന്നില്ല, അനുഗ്രഹങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു. പൂർവ്വ യൗസേപ്പിന്റെ ജീവിതം നമുക്ക് നൽകുന്ന 3 സുപ്രധാന സന്ദേശങ്ങളുണ്ട്. 1. എല്ലാം നഷ്ടപ്പെടും. അപ്പൻ, അമ്മ, സഹോദരങ്ങൾ, ദേശം, സർവവും. 2. ഓരോ ദുരിതങ്ങളും ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കും. 3. ലക്ഷ്യത്തിലെത്തിയാൽ നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായി തിരിച്ചു കിട്ടും. ഈ തിരിച്ചറിവുണ്ടായിരുന്ന ജോസഫ് സഹോദരങ്ങളോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 50:20, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, ദൈവമോ അത് നന്മയ്ക്കാക്കി മാറ്റി. അതുകൊണ്ട് ദുരിതങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് ഏറ്റുവാങ്ങി അനുഗ്രഹത്തിനുള്ള അവസരങ്ങളാക്കി മാറ്റുകയാണ് നാം വേണ്ടത്. രണ്ടാമതായി, സഹനം ക്ഷണികമാണ്, ശാശ്വതമല്ല. 1 പത്രോസ് 1:6 നാം വായിക്കുന്നു, അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം വ്യസനിക്കേണ്ടി വന്നാലും നിങ്ങൾ അതിൽ ആനന്ദിക്കുവിൻ. ഒരവസ്ഥയും ശാശ്വതമല്ലെന്ന് ആകാശത്തിലെ ചന്ദ്രൻ നമുക്ക് പറഞ്ഞു തരും. അമാവാസിയിൽ നിന്ന് പൗർണമിയിലേക്കും തിരിച്ചും രൂപഭേദം വരുന്ന ചന്ദ്രൻ വിളിച്ചു പറയുന്നത് എല്ലാ അവസ്ഥകൾക്കും ഒരു മാറ്റം വരും എന്നല്ലാതെ മറ്റെന്താണ്? വെള്ളപ്പൊക്കം നിത്യകാലത്തേക്കല്ല, ഏതാനും ദിവസത്തേക്ക് മാത്രമാണ്. ഒരിക്കൽ ഗുരു ശിഷ്യനോട് പറഞ്ഞു, പുഴയിൽ നിന്ന് ഒരു കുടം വെള്ളം മുക്കി വാ. ശിഷ്യൻ തിടുക്കത്തിൽ കുടവുമായി പുഴയിലേക്ക് ചെന്നപ്പോൾ ഒരു കാളവണ്ടി പുഴ മുറിച്ച് കടക്കുകയായിരുന്നു. അതുകൊണ്ട് വെള്ളം കലങ്ങിയതിനാൽ ഞാൻ കുടവുമായി വെള്ളമെടുക്കാതെ തിരിച്ചു പോന്നു. ഗുരു പറഞ്ഞു, നീ വീണ്ടും പുഴയിലേക്ക് ചെല്ല്. സമയവും പുഴയും ഒരുപോലെ നിൽക്കാറില്ല. അത് പുഴയാണ്, ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ. സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ടാകുന്നു. എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതുകൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർക്കുന്നില്ല. അതുകൊണ്ട് ക്ഷണികമായ സഹനത്തിൽ പതറാതെ 12 മണിക്കൂറേ രാത്രിയുള്ളൂ, അതിനുശേഷം തങ്ക സൂര്യോദയം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് പതറാതിരിക്കാം, ഇടറാതിരിക്കാം. ഇനി സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം. ആധുനിക സംഗീത ഉപകരണമായ ഓർഗണിൽ കറുത്ത കട്ടകളും വെളുത്ത കട്ടകളും ഇഴചേർത്താണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. 72 മേളകർത്താരാഗങ്ങളും 1000കണക്കിന് ജന്യരാഗങ്ങളും പുറപ്പെടുന്നത് ഈ കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും ഉള്ളിൽ നിന്നാണ്. 2 പകലുകൾക്കുള്ളിൽ ദൈവം ഒരു രാത്രി ക്രമപ്പെടുത്തിയിരിക്കുന്നു. 2 സുഖങ്ങൾക്കിടയിൽ ഒരു ദുഃഖവും. അതുകൊണ്ടാണ് എല്ലാം കടന്നുപോകും എന്ന് പറയുന്നത്. ഒരിക്കൽ ദാവീദ് രാജാവ് മന്ത്രിയോട് പറഞ്ഞു, സുഖത്തിൽ മതിമറന്ന് സന്തോഷിക്കാതിരിക്കാനും ദുഃഖത്തിൽ അതിരുകവിഞ്ഞ് നിരാശപ്പെടാതിരിക്കാനും സഹായിക്കുന്ന ഒരു മോതിരം എനിക്ക് പണിയിപ്പിച്ചു തരണം. രാജാവിൻ്റെ നിർദ്ദേശത്തിൽ മന്ത്രി വിഷാദം പൂണ്ടു. മോതിരം കാണുമ്പോൾ സുഖദുഃഖങ്ങൾ നിയന്ത്രിക്കപ്പെടണം. ദിവസങ്ങൾ അടുത്തു. മന്ത്രി ഒരു മോതിരം പണിയിപ്പിച്ചു. പിന്നീട് ആ മോതിരത്തിലേക്ക് നോക്കി. ഇല്ല, സുഖത്തിനും ദുഃഖത്തിനും മാറ്റമില്ല. സങ്കടപ്പെട്ടിരിക്കുന്ന മന്ത്രിയുടെ അടുത്തേക്ക് പെട്ടെന്ന് കുമാരൻ സോളമൻ കടന്നു വന്നു. വിഷാദകാരണം തിരക്കി. കാര്യമറിഞ്ഞ സോളമൻ പറഞ്ഞു, അതിനിത്ര വിഷാദിക്കാൻ എന്തിരിക്കുന്നു? അങ്ങ് ഈ മോതിരത്തിൻ്റെ മുകൾ ഭാഗത്തായി ഇത് കടന്നുപോകും എന്നുകൂടി എഴുതി വയ്ക്ക്. പണി പൂർത്തിയായി. മോതിരം സമ്മാനിക്കപ്പെട്ടു. എല്ലാം വളരെ ഭദ്രം. അതിരുകവിഞ്ഞ സുഖം വരുമ്പോൾ മോതിരത്തിലേക്ക് നോക്കുന്ന രാജാവിനെ ഇത് കടന്നു പോകുമെന്ന ചിന്ത കടിഞ്ഞാണിട്ടു. അളവറ്റ ദുഃഖം വരുമ്പോൾ മോതിരം നോക്കും. ഇതും കടന്നുപോകും. ഉടൻ രാജാവ് ആശ്വസിക്കും. ഇത് കടന്നുപോകുമല്ലോ. അതെ, സുഖവും ദുഃഖവും കടന്നുപോകും. ഈശോ വെള്ളത്തിലൂടെയല്ല, വെള്ളത്തിന് മുകളിലൂടെയാണ് നടന്നത്. നാം പ്രതിസന്ധികളിലൂടെയല്ല, പ്രതിസന്ധികളുടെ മുകളിലൂടെയാണ് ദൈവത്തോടൊപ്പം നടക്കാൻ പഠിക്കേണ്ടത്. ആമ്പലിനും താമരയ്ക്കും വെള്ളപ്പൊക്കമില്ല, കാരണം അവയെന്നും വെള്ളത്തിൻ്റെ മുകളിലാണ്. ഈ തിരിച്ചറിവുകൾ നമ്മെ ബലപ്പെടുത്തട്ടെ. എല്ലാം ക്ഷണികമാണ്, എല്ലാം കടന്നുപോകും.
സുഖവും ദുഃഖവും പ്രത്യാശയോടെ മുന്നേറാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.